കർത്താവ് അരുളിച്ചെയ്യുന്നു, അഹങ്കാരി, ഞാൻ നിനക്ക് എതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും. അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കും, അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും. ഉണ്ടോ? അഹങ്കാരി, നീ കാൽ തട്ടി വീഴും. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും. സമ്പത്ത്, സൗന്ദര്യം, പണം, മക്കൾ, അങ്ങനെ പലതിലും മനുഷ്യന് അഹങ്കാരമുണ്ട്. നിന്റെ അഹങ്കാരം നീ കാൽ തട്ടി വീഴും. നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവത്തില്ല എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് അഹങ്കാരത്തിൽ നിന്ന് ഓടി അകലുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16:18, സുഭാഷിതങ്ങൾ 16:18. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപ്പതനത്തിൻ്റെയും. അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുന്നതാണ്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. അഹങ്കാരം അവൻ തട്ടിവീഴും. അഹങ്കാരം എല്ലാ മേഖലയിലും അവൻ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഹൃദയത്തിൽ ഒന്ന് എളിമപ്പെടുവാൻ, ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെടാനൊക്കെ നമ്മൾ മനസ്സ് കാണിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് തിമോത്തിയുടെ പുസ്തകത്തിലേക്ക് വരാം. 2 തിമോത്തി 3-ാം അധ്യായത്തിൽ വീണ്ടും വചനം തുടരുകയാണ്. സ്വാർത്ഥസ്നേഹികൾ, ധനമോഹികൾ, അഹങ്കാരികൾ, ഗർവിഷ്ഠർ. ഗർവം ഒരുതരം ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു ഭാവം. ഗർവ്, ഞാൻ എന്തൊക്കെയാണ് ഗർവ് ഉള്ള മനുഷ്യന്, അത് പാടില്ല. ദൈവദൂഷകർ, ദൈവത്തെ ദുഷിക്കുന്നവർ, ദൈവദാസന്മാരെ ദുഷിക്കുന്നവർ, കർത്താവിൻ്റെ അഭിഷിക്തരെ ദുഷിക്കുന്നവർ, അപമാനിക്കുന്നവർ. സങ്കീർത്തനം 105:15, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ അപ്പത്തിൻ്റെ താങ്ങ് ഞാൻ തകർത്ത് കളയും. കർത്താവിൻ്റെ അഭിഷിക്തരെ പീഡിപ്പിക്കുക, അപമാനിക്കുക, ഇത് ചെയ്യാനായിട്ട് പാടില്ല. അത് തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. ചില വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ കടന്നു വന്നതിൻ്റെ പിന്നിൽ വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെ, സന്യസ്തർക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് അനേക കുടുംബങ്ങളുമേ തകർച്ച വന്നിട്ടുണ്ട്. ചില കുടുംബങ്ങൾ പറ്റെ തകർന്ന് നാശമായിട്ട് പോയി. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കാം. എനിക്ക് അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് ബൈക്ക് അപകടത്തിൽ മരിച്ചു. അവരുടെ പള്ളിയിലെ വികാരിയച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. കുറേ ആളുകൾ അച്ഛൻ്റെ പക്ഷത്തു നിന്നു. ഞാൻ ഈ പറഞ്ഞ ഈ വ്യക്തി ഉൾപ്പെടെ ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എനിക്കറിയാവുന്നതാണ്. പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ കുറേ ആളുകൾ അച്ഛന് എതിരായിട്ടായിരുന്നു. കുറേ പ്രശ്നങ്ങൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സംഭവിച്ചു. തെറ്റും ശരിയൊന്നും നമുക്കറിയില്ല. എന്നുമാവട്ടെ, ഈ എതിര് നിന്നു. അവസാനം അച്ഛന് അവിടെ നിന്ന് സ്ഥലമാറ്റമായി. അത് വലിയ വിഷയമായിരുന്നു. അങ്ങനെ അച്ഛൻ പോയി അവിടെ നിന്ന്. കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ടായി. പിന്നീട് സംഭവിച്ചത് അധികം താമസിച്ചില്ല. ഈ ചെറുപ്പക്കാരൻ, ഞാനിപ്പോൾ പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. ഒരു ദിവസം അവൻ്റെ അമ്മ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ് മകനെക്കുറിച്ച്. അതായത് മകൻ ഈ സംഭവത്തിൽ അച്ഛനുമായിട്ടുള്ള വിഷയങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു. പ്രശ്നങ്ങളിൽ ഇവൻ വളരെ ബന്ധപ്പെട്ടിരുന്നു. പിന്നീടാണ് എൻ്റെ ഗൗരവർക്ക് മനസ്സിലായത്. എന്തുകൊണ്ടേ മകൻ 32 വയസ്സേ ഉള്ളൂ, ബൈക്ക് അപകടത്തിൽ മരിച്ചു. ആ പഞ്ചായത്ത് മെമ്പർ എന്തായാലും കൊള്ളാം, അതോടുകൂടി താഴോട്ട് പോയി. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ നിന്നു. പഞ്ചായത്ത് ഇലക്ഷനിൽ ആ വാർഡിൽ അതുപോലെ നന്മ ചെയ്തിട്ടുള്ള മനുഷ്യൻ, നല്ല മിടുമിടുക്കനാണ്. പക്ഷേ
അടുത്ത ഇലക്ഷനിൽ തോറ്റു. ആ കൂടെ അവിടെ ആരൊക്കെ നിന്നോ അവർക്കെല്ലാവർക്കും ഒന്നിനു പിറകെ ഒന്നായിട്ട് തിരിച്ചടികൾ, പരാജയങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഈ അനുഭവം പറഞ്ഞത് കർത്താവിൻ്റെ സഭയ്ക്കെതിരെ, കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ ആര് കരമുയർത്തിയോ, ആര് പ്രവർത്തിച്ചോ അവർക്ക് തിരിച്ചടി ഉണ്ടാകും. അത് എത്ര മിടുക്കന്മാരാണെങ്കിലും തിരിച്ചടി ഉണ്ടാകും. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. വരാപ്പുഴ രൂപതയിൽ ഒരു കൺവെൻഷൻ നടത്തുകയാണ്. അപ്പോൾ അവിടുത്തെ അച്ഛന് എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യാണ്. ഞങ്ങൾ കാപ്പിടിച്ചോണ്ടിരിക്കുന്നോട് പറയാണ്, അതായത് അച്ഛൻ അതിന് മുമ്പിരുന്ന ഒരു പള്ളിയിൽ 3 മാസം പള്ളി അടച്ചിടേണ്ടി വന്നു. പള്ളി അടച്ചിട്ടു. ഒരു മതില് ഒന്ന് പൊളിച്ച് ഒരു ഗേറ്റ് വെച്ച് സിസ്റ്റേഴ്സിന് കൊടുക്കണം. സിസ്റ്റേഴ്സ് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പിതാവ് സമ്മതിക്കുകയാണെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. പിതാവ് അനുവാദം കൊടുത്തു. അങ്ങനെ അവർ മതില് പൊളിച്ചിട്ട് ഗേറ്റ് വെക്കാൻ നേരത്ത് വിശ്വാസികളിൽ ഒരു പറ്റം ആളുകൾ വന്ന് ഇത് തടഞ്ഞു. ഗേറ്റ് വെക്കാൻ സമ്മതിച്ചില്ല. ഒരാൾ കൂട്ടമണി അടിച്ചു. അച്ഛൻ അപ്പോൾ തന്നെ VJ വിളിച്ചു വരുത്തി. VJ വന്നു. കൂട്ടമണി അടിക്കുക. അച്ഛൻ പറഞ്ഞത് അടിക്കണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഒരാൾ വിളിച്ചു പറഞ്ഞു, അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു കൊടുത്ത മണിയാ, അടിച്ചോളാൻ പറഞ്ഞു. അടുത്ത അടിക്ക് വലിയ മണിയാണ്, പൊട്ടി അന്നേരം താഴെ വീണു. പിന്നീട് സംഭവിച്ചത് ഗേറ്റ് വെക്കാൻ സമ്മതിച്ചില്ല. അവസാനം വിഷയമായി. പള്ളി പൂട്ടി. അടുത്ത ഒരച്ഛന് ഈ അച്ഛനോട് മാറേണ്ട വന്നു. അടുത്തൊരച്ഛൻ വന്നു. അച്ഛനെ പള്ളി കയറ്റിയില്ല. അങ്ങനെയാണ് പള്ളി 3 മാസക്കാലം അടഞ്ഞു കിടന്നു. സംഭവിച്ചെന്താണെന്നറിയാമോ? അച്ഛൻ പറയുകയാണ്, ആ മതില് ഗേറ്റ് വെക്കാതിരിക്കാൻ വേണ്ടി ആരൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചോ അതിൽ ഒരു ചെറുപ്പക്കാരൻ ബാത്റൂമിൽ തെന്നി വീണിട്ട് തല പെടലിയടിച്ച് അബോധാവസ്ഥയിലായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഒരേ കിടപ്പ്. വേറെ ആൾ അപകടത്തിൽ മരിച്ചു. എന്തായാലും ഇവിടെ 4-5 പേർക്ക് ഇതിന് മുന്നിൽ നിന്നവർക്കെല്ലാം തിരിച്ചടി. ഒരു വ്യക്തിയുടെ ഒരു സൈഡ് തളർന്നുപോയി. മൊത്തം വിഷയമായി. നമ്മൾ തിരിച്ചറിയുക, കർത്താവിനെതിരെ, കർത്താവിൻ്റെ സഭയ്ക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരോട് കർത്താവ് കണക്ക് ചോദിക്കും. ഉറപ്പായിട്ടുള്ള കാര്യം അത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സഭയ്ക്കെതിരെ സംസാരിക്കരുത്. കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ, ദൈവരാജ്യ വേല ചെയ്യുന്ന ആരെയും ദുഷിക്കാനായിട്ടൊന്നും നമ്മൾ പോകരുത്. ദൈവമാണ് അവരെ നിർത്തിയിരിക്കുന്നത്. ദൈവം അവരോട് ചോദിച്ചുകൊള്ളും. ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കുക. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 9-10 വചനങ്ങൾ, പിതാവിൻ്റെ അനുഗ്രഹം കുടുംബത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. അമ്മയുടെ ശാപം, അമ്മയുടെ കണ്ണുനീര് കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കും. മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീണോ, ആ കണ്ണുനീര് നിങ്ങൾക്ക്, നിങ്ങളുടെ തലമുറയ്ക്ക് നാശമായിട്ട് മാറും. ഒരിക്കലും മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കരുത്, പീഡിപ്പിക്കരുത്, ശാരീരികമായിട്ട് കയ്യേറ്റം ചെയ്യരുത്. രോഗാവസ്ഥയിൽ അവർക്ക് ചികിത്സ കൊടുക്കണം. പ്രായമായ മാതാപിതാക്കളെ നമ്മൾ ശുശ്രൂഷിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കടമയായത്. ഇത് ചെയ്യാതെ മാതാപിതാക്കന്മാരെ പീഡിപ്പിച്ചവർ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീര് വീണിട്ടുണ്ടോ, ആ കണ്ണുനീരിന് സമാധാനം പറഞ്ഞേ മതിയാവത്തുള്ളൂ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് യുവാക്കന്മാരുടെ തെറ്റായ ജീവിതം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അന്യ മതസ്ഥരെ പ്രേമിക്കുന്നു, കല്യാണം കഴിക്കുന്നു, രജിസ്റ്റർ മാര്യേജ്, ഒന്നിച്ചു ജീവിക്കുന്നു. അപ്പൻ്റെ അമ്മയുടെയും വാക്കിന് വിലയില്ല. വീട് വിട്ടുപോകുന്നു മറ്റു മതസ്ഥരുടെ കൂടെ. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തോബിത്തിൻ്റെ പുസ്തകം 4:12, നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക, അന്യ ജനതകളിൽ നിന്ന് വിവാഹം കഴിക്കരുത്.
അന്യ ജനതകളിൽ നിന്ന് വിവാഹം കഴിക്കരുത്. നിന്റെ ഗോത്രം, നിന്റെ സഭയിൽ നിന്ന് വേണം വിവാഹം കഴിക്കുവാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യ ജാതിക്കാര് അവര് യേശുവിനെ അറിഞ്ഞ് മാമോദീസ സ്വീകരിച്ച് സഭയിൽ വരട്ടെ, എന്നിട്ട് കല്യാണം കഴിച്ചു. അല്ലാതെയുള്ള വിവാഹത്തിന് നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. വിജാതിയർക്ക് നിങ്ങളുടെ പെൺമക്കളെ കൊടുക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അതൊന്ന് ശ്രദ്ധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പെൺകുട്ടികൾ മറ്റു മതസ്ഥരുടെ കൂടെ പോയിട്ടുണ്ട്. ഒത്തിരി പെൺകുട്ടികൾ. ശരിയാണോ? എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ? പെൺകുട്ടികൾ മാതാപിതാക്കന്മാരെയൊക്കെ ധിക്കരിച്ച് മറ്റ് മതസ്ഥരുടെ ഒന്നീ രജിസ്റ്റർ മാരേജ് ചെയ്ത് അല്ലെങ്കിൽ അല്ലാതെ തന്നെ അവരുടെ മറ്റു മതങ്ങളിലേക്ക് ചേർന്നുകൊണ്ടൊക്കെ കല്യാണം കഴിക്കുന്നു. ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. ദൈവവചനം അത് സപ്പോർട്ട് ചെയ്യുന്നുമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ കരമടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എസ്രായുടെ പുസ്തകം 9:2 ഇസ്രായേല്യർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു. അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശവാസികളായി കലർന്ന് അശുദ്ധരായി തീർന്നു. എസ്ര 9:11 അവിടുത്തെ ദാസന്മാരായ പ്രവാചകരുടെ അങ്ങ് അരുളി ചെയ്തു, നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മ്ലേച്ഛത കൊണ്ട് മലിനമാണ്. അവരത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മ്ലേച്ഛത കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാർ ആകരുത്. അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയും അരുത്. നിങ്ങളുടെ പുത്രിമാരെ അവർക്ക് കൊടുക്കരുത്. അവരുടെ പുത്രിമാരെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാൻ പാടില്ല. എസ്ര 10:10-11 പുരോഹിതൻ എസ്ര അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിൻ്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യും. ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകൾ, വിജാതീയ സ്ത്രീകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പെൺമക്കളെ മറ്റു മതസ്ഥരെ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ നന്നായിട്ട് വളർത്തണം, വചനത്തിൽ വളർത്തണം, വിശുദ്ധിയിൽ വളർത്തണം. അല്ലെങ്കിൽ പോയെന്നിരിക്കും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുടുംബ പശ്ചാത്തലം നല്ലതല്ലെങ്കിൽ അതാണ് മെയിനായിട്ട് പെൺമക്കളൊക്കെ നഷ്ടപ്പെടുന്നത്. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും സ്നേഹമില്ല, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സ്നേഹം കിട്ടുന്ന വഴിക്ക് പിള്ളേർ പോവും. അനേകം പെൺകുട്ടികൾ ജീവിതത്തിൽ അങ്ങനെ നാശത്തിലെത്തി. അതിൻ്റെ കാരണം കുടുംബം തന്നെയാണ്. കുടുംബം നന്നായാൽ മക്കളിൽ നന്നാവും. കുടുംബത്തിൽ മക്കളെ വചനം പഠിപ്പിക്കണം, മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമ്മൾ പ്രത്യേക കരുതൽ കൊടുക്കണം, അവരെ നമ്മൾ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി മാതാപിതാക്കന്മാർ വേദന അനുഭവിക്കുന്നുണ്ട്. ഒരിക്കൽ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും, ആ മനുഷ്യൻ വീൽ ചെയറിലാണ്, തടിപ്പണിയായിരുന്നു, തടി വീണ് അരക്കീഴ്പോട്ട് തളർന്നു പോയതാണ്. അങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുക. ഒറ്റ മകളേ ഉള്ളൂ. മകള് +2 ഒക്കെ കഴിഞ്ഞു, പാവപ്പെട്ട വീടാണ്, പഠിപ്പിക്കാൻ മാർഗമൊന്നുമില്ല. നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. പള്ളിയിൽ വിൻസെൻ്റ് ഇപ്പോളുകാർ അവിടെ പഠനം ഏറ്റെടുത്തു. അങ്ങനെ അവളെ പഠിപ്പിച്ചു. അവൾ നേഴ്സായി, പഠിക്കാൻ പഠിക്കുകയായിരുന്നു, നേഴ്സായി. പിന്നീട് സംഭവിച്ചത്, ആ വീൽ ചെയറിൽ ഇരിക്കുന്ന അപ്പനും അമ്മയും പറയുകയാണ്, ഒരു ദിവസം അവൾ നേഴ്സായി കഴിഞ്ഞ് എവിടെ ഒരു ആശുപത്രി ജോലിയായി. ഒരു ദിവസം വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഒരു വണ്ടി അവരുടെ വീട്ടിൽ വന്നു. മറ്റൊരു സമുദായക്കാരാണ്.
അവിടെ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പം മകള് ഇറങ്ങി വന്നു, കോളിംഗ് ബെൽ അടിച്ചു, കഥ തുറന്നു, ഇറങ്ങി വന്നു. എന്നിട്ട് ഇവള് അപ്പനോടും അമ്മയോടും പറയുകയാണ്, ഞാൻ പോവുകയാണ്. ദാരിദ്ര്യം നിറഞ്ഞ കുടുംബം. വിൻസെൻ്റ് പോളുകാരെ പഠിപ്പിച്ച ഈ കുട്ടിയെ അവള് സർട്ടിഫിക്കറ്റും ബാഗും തുണിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക. അവൾ ബാഗുമായിട്ട് ഇറങ്ങി. ഈ അപ്പൻ പറഞ്ഞു, മോളെ നീ പോകരുത്, ഒറ്റ മകളേ ഉള്ളൂ. അപ്പൻ നിലവിളിച്ചു. ഇവള് ഒരു മടി കൂടാതെ ചങ്കുറപ്പോടെ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ചേട്ടൻ്റെ കൂടെ ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പൻ പറയാണ്, ഞാൻ പറഞ്ഞു എൻ്റെ ശവം കാണാൻ പോലും എൻ്റെ വീട്ടിലേക്ക് നീ വരണ്ട, എൻ്റെ ശവം കാണാൻ പോലും എൻ്റെ വീട്ടിലേക്ക് നീ വരണ്ട. അപ്പനോട് പറയുക, ഞാൻ അതാണ് പറഞ്ഞത്, എൻ്റെ ശവം കാണാൻ പോലും എൻ്റെ വീട്ടിലേക്ക് നീ വരണ്ട. മകൾ അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോവുക. ഞാനീ പറഞ്ഞത് പച്ചയായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇതുപോലെ പെൺകുട്ടികൾ മറ്റു മതസ്ഥരുടെ പോന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഒന്ന്, മക്കൾക്ക് ആഴമായ വിശ്വാസമില്ല, ദൈവഭക്തിയില്ല, ദൈവത്തിൻ്റെ വചനം കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടില്ല, ഈശോയോട് സ്നേഹമില്ല. ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മാതാവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ സഭ വിട്ട് മറ്റൊന്നിനോട് പോകത്തില്ല. അതിനുള്ള വിശ്വാസവും സ്നേഹവും ആഴമായ ഭക്തിയൊന്നും ഈ മക്കൾക്ക് കൊടുക്കാൻ മാതാപിതാക്കന്മാർക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ പെൺമക്കൾ അന്യമതസ്ഥനോടെ പോകുന്നത്. തെറ്റുകാര മാതാപിതാക്കൾ തന്നെയാണ്. നിലപിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എത്രയോ സംഭവങ്ങൾ. സൂക്ഷിക്കുക. ഹല്ലേലൂയ. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ഇനി മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് പോയിട്ട് ഈ പെൺപിള്ളേർ രക്ഷപ്പെടുവോ? ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര് വീണിട്ട് പോയതാ, ഒരിക്കലും എവിടെ ചെന്നാലും ഗതി പിടിക്കത്തില്ല. ഒരു സംഭവം ഞാൻ പങ്കുവയ്ക്കാം. ഒരിക്കലും പാലാ താബോറിൽ ധ്യാനിക്കാൻ വന്ന ഒരു അപ്പനും അമ്മയും അവർ എൻ്റെ അടുക്കൽ പങ്കുവച്ച അനുഭവമാണ്. രണ്ട് പെൺമക്കളാണ്. മൂത്തയാൾ ഡോക്ടർ, കല്യാണം കഴിഞ്ഞു, ആൾ ഭർത്താവൊക്കെ എറണാകുളത്ത് താമസിക്കുകയാണ്. ഇളയ മോള് തമിഴ്നാട്ടിൽ മദ്രാസിൽ ഏതൊരു കോളേജിൽ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. അവൾ ഒരു തമിഴ് ഹിന്ദു പയ്യനുമായിട്ട് പ്രേമമായി. ഇവരിതറിഞ്ഞു. ഇവർ ആൾക്ക് വേണ്ട ഉപദേശം കൊടുത്തു. പക്ഷെ അവൾ ആദ്യമൊക്കെ വിട്ട് ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവസാനം കോഴ്സ് കഴിഞ്ഞപ്പോൾ അവൾ രജിസ്റ്റർ ചെയ്ത് അവൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചു. രണ്ട് പെൺമക്കളേ ഉള്ളൂ. ഇളയമോള. അപ്പന് ഒരു ദിവസം വീട്ടിൽ ഫോൺ വിളിച്ചാൽ അപ്പം പറഞ്ഞു, മേലിൽ എൻ്റെ വീട്ടിൽ നീ കയറിയേക്കരുതെന്ന് പറഞ്ഞു. 8 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറയുകയാണ്, 8 വർഷം കഴിഞ്ഞിട്ട് ഈ മകൾ ഒരു ദിവസം വീട്ടിൽ ഫോൺ വിളിച്ചിട്ട് അമ്മയായിട്ട് സംസാരിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് വീട്ടിലൊന്ന് വരണം. 8 വർഷമായിട്ട് മക്കളില്ല, വീട്ടിലൊന്ന് വരണം, കാണണം. അപ്പനോട് ചോദിക്കട്ടെ. അപ്പനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു, അവൾ മാത്രം വന്ന് കണ്ടിട്ട് പോയിക്കൊള്ളുക, അവളെ കെട്ടിയവൻ വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അവൾ തന്നെ വീട്ടിൽ വന്ന് കരയുകയൊക്കെ ചെയ്തു. ഒരു 4-5 ദിവസം വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഈ അമ്മ പറയുകയാണ്, അപ്പനോട് പറഞ്ഞു, കെട്ടിയവനോട് പറഞ്ഞു, അവളെ ഒന്ന് അനുഗ്രഹിച്ചു വിടാൻ പറഞ്ഞു. അമ്മ പറയുകയാണ്, എൻ്റെ മകളോട് പറഞ്ഞു, മുട്ടതിക്കാൻ പറഞ്ഞു. അപ്പനോട് പറഞ്ഞു, അവളെ ഒന്ന് അനുഗ്രഹിക്കേണ്ട. ഞാനും എൻ്റെ ഭർത്താവും കൂടെ അവിടെ തലയ്ക്ക് വെച്ച് അവളെ അനുഗ്രഹിച്ചു. കർത്താവേ കരുണയായിരിക്കണം, കുഞ്ഞിനെ കൊടുക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ അനുഗ്രഹിച്ചു വിട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ മകൾ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ ഗർഭിണിയാണ്, അവൾക്കൊരു ആൺകുട്ടി ഉണ്ടായി. അമ്മ പറഞ്ഞു, ആൺകുട്ടിയായിട്ട് വീട്ടിൽ വന്നിട്ടില്ല, കുട്ടിയെ കണ്ടിട്ടുമില്ല, പിന്നത്തെ വരുമെന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞത്, ആ അപ്പനും അമ്മയും കൂടെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്കൊരു കുഞ്ഞിനെ കിട്ടുന്നത്. അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീര്, അത് ആൺമക്കളാണേലും പെൺമക്കളാണേലും, ആ കണ്ണുനീര് നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കും. ഒരിക്കലും മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തരുത്. ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അപ്പനെയും അമ്മയോടും എന്താ ചെയ്യുമെന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ അപ്പനെയും അമ്മയും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക, പശ്ചാത്തപിക്കുക. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല,
ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.